പ്രകൃതി രമണീയമായ കുന്നിൻ ചെരുവുകളും കുളിർമയേകുന്ന പാലക്കാടൻ കാറ്റും. നമ്മൾ നിൽക്കുന്നത് പാലക്കാടിൻ്റെ സ്വന്തം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരത്താണ്. GEC ശ്രീകൃഷ്ണപുരത്തിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ ക്യാമ്പസ് ലൈഫും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. വെൽക്കം ടു കീപ് നാവിഗേറ്റർ ബൈ എം സിഗ്ന ഗോകുല. ലെറ്റ്സ് ഗോ. ഹനിയ, ഇവിടെ ഏതൊക്കെ ബ്രാഞ്ചസ് ആണുള്ളത്? ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇൻഫോർമേഷൻ ടെക്നോളജി ഉണ്ട്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ശരി ശരി. ഇവിടത്തേക്ക് ഒരു ആവറേജ് ഇൻടേക്ക് എത്രയാണ്? അതായത് ലൈക്ക് 66 വരെയാണ് ഐ തിങ്ക് എല്ലായിടത്തും. കീം ബേസിൽ വരാം. എല്ലാത്തിലും ഉണ്ടല്ലോ? എല്ലാത്തിലും സെയിം 60 തന്നെയാണ്. ശരി. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ്? ഫാക്കൽറ്റീസ് എല്ലാവരും ഫ്രണ്ട്ലി ആണ്. ലൈക്ക് ഡൗട്ട് ഒക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തരുന്നൊരു ടൈപ്പാണ്. നമുക്കൊരു ഫ്രീഡം തരുന്ന അല്ലെങ്കിൽ ഒരു അല്ല, സ്ട്രിക്റ്റിന്റെ സമയത്ത് സ്ട്രിക്റ്റ് ആണ്, ഫ്രണ്ട്ലിയുടെ സമയത്ത് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ടൈപ്പാണ്. ഓക്കെ. പിന്നെ ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്റ്റഡി ഏരിയാസ്, അതിനെ പറ്റി ഒന്ന് പറയാമോ? ഓക്കെ. ലൈബ്രറി ഫെസിലിറ്റീസ് പറയുമ്പോൾ നമുക്ക് 9:30 to 4:30 വരുന്നൊരു ലൈബ്രറി ഉണ്ട്, ലൈക്ക് കോമൺ ലൈബ്രറി. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറീസും ഉണ്ട്. അതിൽ ലൈക്ക് നമുക്കിപ്പോൾ പഠിക്കാനാണ് ഇത് വെച്ചാൽ നമുക്ക് ലൈബ്രറിയിൽ കയറിയിട്ട് ഉള്ളിൽ നമുക്ക് സൗകര്യമുണ്ട്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. വേറെ സ്റ്റഡി കോർണേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ സ്റ്റഡി കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇല്ല, പക്ഷെ ലൈബ്രറി ലൈബ്രറി നമുക്ക് എത്ര മണി വരെ? 4:30 വരെ ഉള്ളൂ അല്ല? ഈ സീരീസ് എക്സാം സമയത്ത് കുറച്ചുകൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും? ലൈക്ക് അല്ല, 4:30 വരെ ഉള്ളൂ. പിന്നെ ശനിയാഴ്ച ഒക്കെ വർക്കിംഗ് ആണ്. പിന്നെ ലൈക്ക് നമുക്ക് ഇതുണ്ട്, വെയിറ്റിംഗ് റൂമും ലേഡീസ് വെയിറ്റിംഗ് റൂം മെൻസും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാൻ സൗകര്യം, അവിടെ ബെഞ്ചസും ഒക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസും ലാബ് സ്റ്റാഫും, പിന്നെ നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ആവശ്യങ്ങൾക്ക് നമുക്ക് ലാബ് സ്റ്റാഫ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ല രീതിയിൽ ചെയ്തു തരും. എങ്ങനെയാണ് നമ്മുടെ? അത് പ്രോജക്ട്സിന് നമ്മൾ എന്താവശ്യത്തിനും ലൈക്ക് ലാബിലത്തെ ഒരു മെയിൻ ആളുടെ ഇത് കണ്ടെടുത്താൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. കാരണം നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രോജക്റ്റിൽ ചിലപ്പോൾ സോൾജറിങ് അങ്ങനെ എന്തെങ്കിലും പ്രോസസ് ചെയ്യണമെങ്കിൽ അവരോട് ചോദിച്ചാൽ പെർമിഷൻ എടുത്ത് നമുക്ക് ഇതാക്കാം. പിന്നെ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ വരുന്ന വിദ്യാർത്ഥികൾക്ക് പലരും അറിഞ്ഞു പോകാതെ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സംഭവമാണ് സ്കോളർഷിപ്പ് എന്നുള്ളത്. നമ്മളുടെ കോളേജ് അതുപോലെ തന്നെ ബാക്കിയുള്ള KT കോളേജിൻ്റെ അണ്ടറിലും ഉള്ളൊരു പല സ്കീംസും ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും പല സ്കീംസ് അവൈലബിൾ ആണ്. വിദ്യാർത്ഥികൾ അറിഞ്ഞു പോകുന്നില്ല എന്നുള്ള കാരണത്തിൽ അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവാറുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻസ് ഉണ്ട്. ഗ്രാൻസിൽ നമ്മളുടെ പഠന ചെലവും അതുപോലെ തന്നെ ഹോസ്റ്റലിൻ്റെ ചെറിയ എമൗണ്ട് വരെ കിട്ടാറുണ്ട്. പിന്നെ അതല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല സ്കീംസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഫീമെയിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് പ്രഗതി സ്കോളർഷിപ്പ് ഉണ്ട്. വർഷം 50,000 രൂപ വരെ കിട്ടാവുന്ന സ്കോളർഷിപ്പാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ സെൻട്രൽ സ്കീം സ്കോളർഷിപ്പ് ഉണ്ട്, CSS. അതിൽ വിദ്യാർത്ഥിക്ക് ഓരോ വർഷം 12,000 രൂപ വെച്ചിട്ടാണ് കിട്ടാറുള്ളത്. ഇതൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സ്കീംസാണ്. ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്കോളർഷിപ്പേ കിട്ടത്തുള്ളൂ. അതല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രൈവറ്റ് സ്കോളർഷിപ്പും അപ്ലൈ ചെയ്യാം. പല സ്കീംസിൽ പല കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൈവറ്റ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അവർ ആ വിദ്യാർത്ഥിൻ്റെ പഠന ചെലവ് പലതും ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർഷം ഫണ്ട് നൽകുന്നതുണ്ട്, 50,000 മുതൽക്ക് ഫണ്ട് തരുന്നുണ്ട്. പല രീതിക്കുള്ള സ്കീംസ് ഉണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പല പ്രൈവറ്റ് കമ്പനിയിലും സ്കോളർഷിപ്പ് അറ്റ് എ ടൈം എടുക്കുക എന്നുള്ളതാണ് വാസ്തവം. അത് ഓരോ കമ്പനിക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ONGCൻ്റെ ഉണ്ട്, ഫെഡറൽ ബാങ്കിൻ്റെ ഉണ്ട്, റിലയൻസ് ഫൗണ്ടേഷൻ്റെ ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതല്ലാതെ ചില കമ്പനീസ് ഇൻറ്റേൺഷിപ്പ് വരെ ഈ സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട്. ഇനി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ മുതൽക്ക് സ്കോളർഷിപ്പിൻ്റെ എണ്ണം കുറഞ്ഞു വരാറുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സംഭവമാണ് ഇൻറ്റേൺഷിപ്പ് കണ്ടെത്താനുള്ളത്. ചില കമ്പനീസ് സീമെൻസും അതുപോലെ തന്നെ ആമസോണിൻ്റെ പല സ്കോളർഷിപ്പ് ഉണ്ട്. അത് എന്ന് വെച്ചാൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഫണ്ടിങ്ങും അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ചില കമ്പനീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടുത്തെ ഹോസ്റ്റലിലെ അഡ്മിഷൻ പ്രൊസീജിയറും പിന്നെ അവിടുത്തെ ടൈമിങ്സ് ഒന്ന് പറയാം. ലൈക്ക് ഹോസ്റ്റല് പ്രൈവറ്റ് ഹോസ്റ്റൽസ് ഉണ്ട്, ലേഡീസ് ഹോസ്റ്റലുണ്ട്, മെൻസിന് മെൻസ് ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെയിൻലി കീം റാങ്ക് ബേസും ഡിസ്റ്റൻസ്
പിന്നെ കാസ്റ്റ് കാറ്റഗറി ഏതാണോ ആ ഒരു കാസ്റ്റ് ആണോ അതോ ഇൻകം ആണോ? അല്ലല്ല കാറ്റഗറി ബേസിലേ ലൈക്ക് SC ST അങ്ങനത്തെ ബേസിൽ ഉള്ളതുണ്ട്. മെയിൻലി ലൈക്ക് ദൂരമാണ്, പിന്നെ റാങ്കും ഇതാക്കും അങ്ങനെ. അത് പിന്നെ അവിടുത്തെ കർഫ്യൂ എന്ന് പറയുമ്പോൾ 9:30 ആണ്. 9:30ന്റെ ഉള്ളിൽ അവിടെ കയറണം. പിന്നെ ലൈക്ക് പ്രോഗ്രാംസ് ഒക്കെ എന്തെങ്കിലും ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് ലൈക്ക് നമ്മൾ ആദ്യം തന്നെ കൊടുക്കണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡ് കുഴപ്പമില്ല. പിന്നെ ലൈക്ക് ഫുഡും കുഴപ്പമില്ല, അക്കോമഡേഷനും കുഴപ്പമില്ല. റൂം എങ്ങനെയാണ്? റൂം ആക്ച്വലി കുറച്ച് വിശാലമുള്ള റൂമാണ്. റൂം അത്യാവശ്യം ലൈക്ക് ഒരാൾക്ക് ലൈക്ക് ഡബിൾ ആ ഒരു ടൈപ്പ് ഓഫ് ബെഡാണ്. പിന്നെ അതിൽ ഇതുണ്ട്, ഓരോരുത്തർക്കും സ്റ്റഡി ടേബിളും ഇതൊക്കെ. പിന്നെ പ്രൈവറ്റ് ഹോസ്റ്റലിലാണെങ്കിൽ കർഫ്യൂസ് ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് ആണ്. ഒരുപാടുണ്ടല്ലേ? പ്രൈവറ്റ് ഹോസ്റ്റലിൽ PGs ഉണ്ട്. അങ്ങനെ അത് 2 ടൈപ്പ് ഉണ്ട്. അതിന്റെ ഫെസിലിറ്റീസ് അപ്പം ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആരെങ്കിലും അതിനൊരു അത് എന്തായാലും ലൈക്ക് നമ്മൾ ഇപ്പൊ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ തന്നെ ഹോസ്റ്റലത്തെ അവരുടെ ഓരോരോ ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ലൈക്ക് അവരിനെ ഇതാക്കാൻ വേണ്ടി. പിന്നെ ഡിസ്റ്റൻസ് കുറവില്ല ഹോസ്റ്റൽസ് ഉണ്ട്, ഡിസ്റ്റൻസ് കൂടിയ ഹോസ്റ്റലുണ്ട്. അങ്ങനെ പിന്നെ അതിന് റേറ്റും വ്യത്യാസം, ഓരോരോ റേറ്റ് വരും. ഷഹബാസ്, ഇവിടുത്തെ മെൻസ് ഹോസ്റ്റലിനെ പറ്റി ഒന്ന് പറയാമോ? അവിടെ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളും. മെൻസ് ഹോസ്റ്റൽ നമുക്കിവിടെ ഹോസ്റ്റൽ 2 ടൈപ്പാണ്. ഒന്ന് കോളേജ് ഹോസ്റ്റലുണ്ട്, പുറത്ത് പ്രൈവറ്റ് ഹോസ്റ്റൽസ് ഉണ്ട്. ഈ കോളേജ് ഹോസ്റ്റൽസിന് കയറണമെങ്കിൽ ക്രൈറ്റീരിയാസ് ഉണ്ട് കുറച്ച്. അത് ഈ വീട് തമ്മിലുള്ള ദൂരം, നമ്മളെ റാങ്ക്, പിന്നെ നമ്മുടെ കാറ്റഗറി, അതൊക്കെ വെച്ചിട്ട് കോളേജ് ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. അതിൻ്റെ ബേസിലായിരിക്കും അവിടെ അഡ്മിഷൻ എടുക്കുക. ലിമിറ്റഡ് സീറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ എല്ലാവരും കൊടുക്കും. അതിൽ ഉൾപ്പെടാത്ത ആൾക്കാരും അല്ലാത്ത ബാക്കി ആൾക്കാർക്ക് നേരെ പ്രൈവറ്റ് ഹോസ്റ്റൽസാണ് വരിക. ഈ പുറത്ത് ഹോസ്റ്റൽസിന് ഇവിടെ ഒരു ഹോസ്റ്റൽ അസോസിയേഷൻ ഉണ്ട്. അവർ തീരുമാനിക്കുന്ന ഹോസ്റ്റൽ ഫീസ് ആയിരിക്കും ഇവിടെ എല്ലാ ഹോസ്റ്റൽസും അംഗീകരിക്കുക. അങ്ങനെ അവിടെ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്റ്റൽസിന് നിലവിൽ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഗേൾസ് ഹോസ്റ്റൽ ആണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ല ബോയ്സ് ഹോസ്റ്റൽസ് ആണെങ്കിൽ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളില്ല. അതിൽ തന്നെ മെസ്സ് അടക്കമുള്ള ഹോസ്റ്റൽസ് ഉണ്ട്, മെസ്സ് ഇല്ലാത്ത ഹോസ്റ്റൽസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ. മെസ് ഫുഡും കാര്യങ്ങളൊക്കെ. മെസ് ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ഉള്ളിലൊരു ക്യാൻറ്റീൻ ഉണ്ട്, കോളേജ് ക്യാൻറ്റീൻ ഉണ്ട്. പുറത്തല്ലാതെ സെപ്പറേറ്റ് ചെറിയ ചെറിയ മെസ്സ് കാര്യങ്ങൾ, ഹോട്ടൽസ്, കൂൾ ബാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കോളേജ് ക്യാൻറ്റീൻ ആണെങ്കിൽ നമുക്ക് മോർണിംഗും ആഫ്റ്റർനൂണും ഈവനിങ്ങും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ ഫുഡ് ലഭിക്കും. പിന്നെ പുറത്ത് കൂൾ ബാർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് എപ്പോഴും കഴിക്കാം. പിന്നെ നൈറ്റ് ആണെങ്കിൽ ഏകദേശം 1-2 കടകൾ മാത്രം വരെ ഒരു 12 1 മണി വരെ ഉണ്ടാകുള്ളൂ. ബാക്കി കടകളൊക്കെ നേരത്തെ അടിക്കും. എല്ലാതരം ഫുഡുകളും പുറത്ത് കിട്ടും. MH എന്തെങ്കിലും കർഫ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റെസ്ട്രിക്ഷൻ ഇവിടെ ഗവൺമെന്റ്? അല്ല, MH ഉണ്ട് 9:30 വരെ റെസ്ട്രിക്ഷൻ ആണ്. ശരി. അപ്പം ഇവിടെ ആക്ച്വലി ക്യാമ്പസിനകത്ത് തന്നെയാണോ ഈ ഹോസ്റ്റലെല്ലാം വരുന്നത്? അതെ, കോളേജ് ഹോസ്റ്റൽസൊക്കെ കോളേജിലെ ക്യാമ്പസിനകത്ത് തന്നെ. എന്നാലും നമുക്ക് അല്ല, നമ്മുടെ ഈ കൺജസ്റ്റഡ് ആണോ? ഒരു റൂമിൽ എത്ര പേര് വരെ ഉണ്ട്? അല്ല, കൺജസ്റ്റഡ് അല്ല. MH അത്യാവശ്യം നല്ല സ്പേസ്. പ്രൈവറ്റ് ഹോസ്റ്റലും നല്ല ഹോസ്റ്റൽസ്. അതെ അതെ, നല്ല ഹോസ്റ്റൽസ് തന്നെ. ഓക്കെ. പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനെ പറ്റി, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടേഷൻ ഡേ സ്കോളേഴ്സിന് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ? അതൊരു ടൈം, ഇത് നമ്മുടെ ക്യാമ്പസ് നിൽക്കുന്ന ഒരു റിമോട്ട് ഏരിയയിലാണ്. അപ്പോൾ ഒരു ടൈം വരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ഒരു 4-5 കോളേജ് ബസ്സുകൾ, പിന്നെ പുറത്ത് പ്രൈവറ്റ് ബസ്, അല്ലാതെ ഓട്ടോ, അങ്ങനത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പഴയതിനേക്കാളും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എവിടെ ഇറങ്ങിയിട്ട് നടക്കാനുണ്ടോ? ഇപ്പം ചില ബസ് റൂട്ട് ആണെങ്കിൽ എപ്പോഴും ഓട്ടോ പിടിച്ച് വരത്തില്ലല്ലോ. ഇതുവഴി നമ്മുടെ മെയിൻ കോളേജിന്റെ ഫ്രണ്ട് വഴി ബസ് ഉണ്ടോ? പ്രൈവറ്റ് ബസ് അങ്ങനെ റൂട്ട്? ക്യാമ്പസിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിലൂടെ അല്ല, കുറച്ച് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ജസ്റ്റ് 1 കിലോമീറ്റർ പോലും ഉണ്ടാവും, നടക്കാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. അതിന്റെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും എപ്പോഴും ബസ് ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്. അവിടെ പിന്നെ ഓട്ടോയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ അപ്പോൾ കോളേജ് ബസ് ഇവിടെ നിന്ന് അതെ, എല്ലാ അത്യാവശ്യം നല്ല സിറ്റിയിലേക്ക് അത് പോകുന്നുണ്ട്. മണ്ണാർക്കാട്, ഇവിടെ അടുത്താണെങ്കിൽ മണ്ണാർക്കാട്, പാലക്കാട്, പട്ടാമ്പി അങ്ങനെ ഏരിയയിലേക്കൊക്കെ കവർ ചെയ്തിട്ടാണ്. എത്ര ബസ് ഉണ്ട് ഏകദേശം? ഒരു 4 ബസ്സോളം ഉണ്ട്. 5 ബസ്സോളം ഉണ്ട്. ഇവിടെ ബസ് ഫീസ് ഉണ്ടോ അതോ ഫ്രീ ആണോ? എങ്ങനെയാണ് ഫീസ് എന്ന് വെച്ചാൽ ഡേ സ്കോളേഴ്സിന് ഒരു കാർഡാണ്. ഡേ സ്കോളേഴ്സും അല്ല വീക്കെൻഡ്സിൽ പോകുന്നവരുണ്ട് വീട്ടിലേക്ക്, ഈ ഹോസ്റ്റലേഴ്സ്. അപ്പോൾ ഈ ഡേ സ്കോളേഴ്സിന് കാർഡ് എങ്ങനെയാ വെച്ചാൽ അവർ ഡെയിലി പഞ്ചിങ് മെഷീൻ ഉണ്ടാവും. അപ്പോൾ ഡെയിലി കോളംസ് ഉണ്ടാവും. അപ്പോൾ ഈ കോളംസ് കഴിഞ്ഞാൽ അടുത്ത കാർഡ് വാങ്ങേണ്ടി വരും. അതിനൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും ഡേ സ്കോളേഴ്സിന്. പക്ഷേ ഈ വീക്കെൻഡ് പോയി വരുന്നവർക്ക് അങ്ങനെ ഒരു കാർഡ് ഉണ്ടെങ്കിലും അവർക്ക് പൈസ കൊടുക്കണ്ട, ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്. ശരി ശരി. ഫഹദ്, ഇവിടുത്തെ ക്ലബ്സിനെ പറ്റിയും ക്ലബ്സ് റിലേറ്റഡ് പ്രോജക്ട്സിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഓക്കെ. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് IEEE, IDC, ടിങ്കർ ഹബ്, മ്യൂലാണ്, അതുപോലെ തന്നെ SAE അങ്ങനത്തെ കുറേ ക്ലബ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ അവരുടെ സ്കിൽസും അവരുടെ ഓപ്പർച്യൂണിറ്റീസും നെറ്റ്വർക്കും വലുതാക്കാനുള്ളൊരു ആക്ടിവിറ്റീസാണ് ഉണ്ടാവാറ്. അപ്പോൾ IEEE കഴിഞ്ഞ വർഷം തന്നെ മലബാർ സബ്സെക്ഷനിലെ ടോപ്പ് പെർഫോമിങ് SB ആയിട്ട് ചൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ IDC നല്ല ആക്റ്റീവാണ്. പിന്നെ മ്യൂലേണ് പറഞ്ഞ പോലെ തന്നെ ടിങ്കർ ഹബ്. അപ്പോൾ ഇതിന് പുറമെ നമുക്ക് കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട്
ഫിലിം ക്ലബ്ബ് ഉണ്ട് ഫ്രെയിം 24. അപ്പോൾ അവരുടെ അടിയായിട്ട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും പ്രൊഡക്ഷനായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ക്ലബ്സ് ഉണ്ട്. പിന്നെ നമ്മളുടെ പറയാനുള്ളത് NSS ആണ്. NSS കഴിഞ്ഞ വർഷം എന്താ പറയുക ബെസ്റ്റ് യൂണിറ്റ് അവാർഡ് സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് സ്റ്റുഡൻസിന് കരിക്കുലത്തിന് പുറത്ത് കുറേ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ളൊരു ചാൻസ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ശരി. അപ്പോൾ പ്രോജക്റ്റ് റിലേറ്റഡ് എന്തെങ്കിലും പറയാനോ അറിയാറ്? ഓക്കെ, സ്റ്റുഡൻസ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കുറേ പരിപാടീസ് അണ്ടറിൽ നടത്തും. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലബ്സും ഉണ്ട്. ഇപ്പോൾ വോയിഡ് മെൻസ്, അതുപോലെ തന്നെ ECയുടെ ഇവൻറ്റ് ക്ലബ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അസോസിയേഷൻ സൈഡിൽ നിന്ന് എന്താ പറയുക ഹെൽപ്പ് കിട്ടിയിട്ട് പല പ്രൊജക്ട്സും ഡെവലപ്പ് ചെയ്യാറുണ്ട്. പോരാത്തിന് സ്റ്റുഡൻസ് സമയം കിട്ടിയിട്ട് അവരുടെ തന്നെ പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്തിട്ട് എങ്ങനെ പുറത്തോട്ട് കാണിച്ചു. ഇപ്പോൾ ടെലഗ്രാമിൻ്റെ ഇതിലോട്ട് കൺട്രിബ്യൂട്ട് ചെയ്തൊരു സ്റ്റുഡൻറ്റ് വരെ നമ്മളെ കോളേജിൽ നിന്നുണ്ട്. അപ്പോൾ പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് പൊതുവെ കുറവാണെങ്കിൽ സർവീസ് ബേസ്ഡ് കമ്പനീസ് കുറേ വരാറുണ്ട്. ഇപ്പോൾ TCS, അപ്പോൾ 7 to 9 LPA ഈ റേഞ്ചും അങ്ങനത്തെ റേഞ്ചിലാണ് പൊതുവെ പ്ലേസ്മെൻറ്റ്സ് വരാറുള്ളത്. പിന്നെ കോർ കമ്പനീസും കുറച്ച് വരാറുണ്ട്. അത്ര അധികമില്ലെങ്കിലും ബ്രേക്സ് ഇന്ത്യ അങ്ങനത്തെ കുറേ കോർ കമ്പനീസും ഇവിടെ എത്താറുണ്ട്. നമ്മൾ ഈ കോളേജിൽ കൊണ്ട് റാങ്കിങ്ങിനെ പറ്റി ഒന്ന് കറക്റ്റ് പറയാമോ? നമ്മളെ കോളേജിന് KRF റാങ്കിൽ കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ 5th പൊസിഷനും ഓവറോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒട്ടാകെ 25th പൊസിഷനും കിട്ടിയിട്ടുണ്ട്. എമംഗ് എല്ലാ കോളേജ് KRF റാങ്കിങ് ടോപ്പ് 50 ആണ് ലിസ്റ്റ് ചെയ്യാറ്. അതിൽ 25th. ഇവിടുത്തെ ക്ലാസ് ടൈമിങ്സ് ഒന്ന് പറയാമോ? ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30 ആണ്. 9:30 to 4:30 ആണ് വരല്. അതിനിടയ്ക്ക് ഒരു 1 hour ബ്രേക്ക് ഉണ്ട്, 12:30 to 1:30. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക വെച്ചാൽ സ്റ്റുഡൻസ് ഇവിടെ മെയിൻ ഗ്രൗണ്ട് അവൈലബിൾ ആണ്. അവിടെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അതല്ലാതെ ഇപ്പോൾ ക്ലബ്സിൻ്റെ ആക്ടിവിറ്റീസും പൊതുവേ ചെയ്യാറ് ഈ ബ്രേക്ക് ടൈമിലും അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള അവറിലാണ്. പിന്നെ താല്പര്യമുള്ള ആൾക്ക് ചില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് ഫുള്ള് നമ്മൾ ക്യാമ്പസിൽ അവൈലബിൾ. നമുക്ക് എത്ര മണി വരെ നമുക്ക് ക്യാമ്പസിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാം? അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ക്യാമ്പസ് ഫുൾ നൈറ്റ് ഓൺ ആയിരിക്കും. മീൻസ് ഓപ്പൺ ആയിരിക്കും. സ്റ്റുഡൻസ് എപ്പോൾ വേണമെങ്കിലും പോവാം. പരിപാടീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ പൊതുവെ ചെയ്യാറുണ്ട്. ശരി. അപ്പോൾ ക്യാമ്പസ് പൊളിറ്റിക്സ് GC പാലക്കാട് ശരിയായ ഒരു രാഷ്ട്രീയബോധമുള്ള ഒരു കോളേജാണ്. ഇവിടെ നമുക്ക് നിലവിൽ ഇവിടെ ഒരു 4 പാർട്ടീസാണ് ക്യാമ്പസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളത്. അപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ ഇവിടെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെ പ്രവർത്തനം നടത്താറുണ്ട്. അപ്പോൾ ഓരോ പാർട്ടിയുടെ കീഴിലും ഇവിടെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളും നടക്കാറുണ്ട്. സ്റ്റുഡൻസ് ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ചിലപ്പം ചില ആൾക്കാരും രാഷ്ട്രീയബോധം ഇല്ലെങ്കിലും ഇവിടെ വന്ന് ഓരോരുത്തരുടെ പ്രവർത്തനവും കാര്യങ്ങളും കണ്ടിട്ടാണ് ഓരോ പാർട്ടിയിലേക്കും കയറാറും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറും. പിന്നെ പറയുന്നത് ഫെസ്റ്റാണ്. നമ്മളിപ്പോൾ മെയിനായിട്ട് വരുന്നത് ഇൻവെൻ്റോ എന്ന് പറയും. നമ്മളുടെ മൾട്ടി ഫെസ്റ്റാണ്. ഇപ്പോൾ ഇതിൽ ടെക്നിക്കലും അതുപോലെ തന്നെ കൾച്ചറൽസ്, ഫാഷൻ ഷോ അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഓരോ വർഷവും ഇടവിട്ട് നടത്തുന്ന ഒരു വലിയ ഇവൻ്റാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡേ വന്നത് ഫെജു ആയിരുന്നു, സെക്കൻഡ് ഡേ പ്രൊഷോറിൻ്റെ ആയിരുന്നു ഹരിശരനും. അപ്പോൾ ഇങ്ങനത്തെ പ്രോമിനൻറ്റ് ഫിഗേഴ്സും അതിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഇവൻറ്റ്സും ഇതിൻ്റെ പാർട്ടായിട്ട് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂണിയൻ വന്നു കഴിഞ്ഞാൽ യൂണിയൻ്റെ അണ്ടറിൽ കുറേ ഇവൻറ്റ്സ് വരുന്നുണ്ട്. ഹാലോവീന്, അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേ, ഇങ്ങനത്തെ ഓരോ സ്പെഷ്യൽ ഡേയ്സിൽ ഇവൻറ്റ്സും അതല്ലാതെ ഇടപെട്ട് പല ഇവൻറ്റ്സും വരാറുണ്ട്. പിന്നെ ഫ്രഷേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും നടക്കാറുണ്ട് അവിടെ. പിന്നെ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ അറ്റ് എ ടൈമിൽ നമുക്കിവിടെ ഫുട്ബോൾ, ക്രിക്കറ്റ്, പിന്നെ വോളിബോൾ, ഹാൻഡ്ബോൾ, പിന്നെ ബാഡ്മിൻ്റൺ, പിന്നെ ടേബിൾ ടെന്നീസ് കാര്യങ്ങളൊക്കെ അറ്റ് എ ടൈമിൽ തന്നെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻഡോർ കോർട്ട് ഉണ്ട്, നമുക്കിവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ നമുക്കിവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ അടങ്ങിയൊരു സ്പോർട്സ് കോംപ്ലക്സും ഉണ്ട്. അപ്പം നമ്മളിപ്പം എല്ലാ ഇയറിലും നമുക്ക് ഇവിടെ നിന്ന് ഇൻ്റർ സോണൽസ് പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യത്തെ CET വെച്ച് നടന്നിരുന്ന ഹാൻഡ്ബോൾ ഇൻ്റർ സോണിൽ നമ്മളെ വുമൻസ് ടീമിനായിരുന്നു സെക്കൻഡ് കിട്ടിയിരുന്നത്. അപ്പം ഇവിടെ എല്ലാ സ്റ്റുഡൻസും ഏത് സ്പോർട്സ് ആയിക്കോട്ടെ ഇവിടെ ഒട്ടുമിക്ക സ്റ്റുഡൻസും എല്ലാ സ്പോർട്സിലും ഇവിടെ പങ്കാളിത്തം ഉറപ്പുവരുത്താറുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഹാങ് ഔട്ട് സ്പോട്ടാണ് നമുക്കിവിടെ അടുത്ത് ഒന്നാമത് റിമോട്ട് ഏരിയ ആണ്. പിന്നെ അടുത്തുള്ളത് നമുക്ക് മണ്ണാർക്കാട്, പിന്നെ അവിടെ അടുത്ത് അക്വഡക്റ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ അടുത്ത് പിന്നെ ദൂരെ ഉള്ളത് പാലക്കാട് ടൗണ്, പാലക്കാട് മലമ്പുഴ അങ്ങനെ ഏരിയാസ് ഉള്ളത്. പിന്നെ നമുക്ക് ഒന്നാമത് ഹാങ് ഔട്ട് സ്പോട്ട്സ് ഇവിടെ കുറവാണ്, സത്യം പറഞ്ഞാൽ കുറവാണ്. നമ്മൾ ക്യാമ്പസിൽ പറയുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ സ്ഥലമാണ് ഇഷ്ടം. ഇപ്പോൾ ഇതിപ്പോൾ ഈസി കോർണറാണ്. ഇപ്പോൾ ആര് വന്നാലും എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക, അങ്ങനെ ചില്ലായിരിക്കാൻ വേണ്ടിയുള്ള ഏരിയ. പിന്നെ നമ്മൾ മെയിനായിട്ടുണ്ടാവും ഈ ഗ്രൗണ്ടിൽ ഈവനിങ് ആകുമ്പോൾ എല്ലാവിധ സ്പോർട്സും ഇപ്പോൾ കൊക്കോ പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റൺ ആയിക്കൊണ്ട്, അപ്പോൾ അവിടെ കണ്ടിരുന്ന കുറേ ആൾക്ക് സംസാരിക്കാനും. പിന്നെ ക്യാമ്പസ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ആർക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം അതിലുണ്ട്. ക്യാമ്പസ് 9:30 ആകുമ്പോൾ ഇതിൻ്റെ ഗേറ്റ് അടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വണ്ടി ഉള്ളിൽ കയറ്റി അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ കോളേജിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് നടക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പെർമിഷൻ എടുത്തിട്ട് രാത്രി ഫുള്ള് ഇവിടെ ചിലവ് ചെയ്യാം.
ഫുഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ കുറവാണ്. ബട്ട് ഇങ്ങനെ ആ ഹോട്ടൽസിന് വിളിച്ചാൽ അവർ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഒരു 500 മീറ്റർ നടന്ന അവിടുത്തെ കടകളൊക്കെ ഒരു 12 മണി 1 മണി വരെ ഓപ്പൺ ആയിരുന്നു. പിന്നെ നമ്മൾ കടമ്പൈപ്പുറം അല്ലെങ്കിൽ മണ്ണാർക്കാടൊക്കെ പോയിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരത്തിന്റെ വിശേഷങ്ങൾ. മറ്റൊരു കോളേജിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.